എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നും ഈ പുസ്തകം എങ്ങനെയാണെന്നും അറിയാൻ വേണ്ടി ഇതിൽ നിന്ന് ഞാൻ ഒരു അധ്യായം വായിക്കും. ഒന്ന് കണ്ണടച്ചിരിക്കണമെങ്കിൽ ഇരിക്കാം, കൂടെ ഉറങ്ങിപ്പോകരുത്. എന്നിട്ട് ഇത് കേട്ടിരുന്നിട്ട് നിങ്ങൾക്കത് എന്ത് ഇമ്പാക്റ്റാണ് തരുന്നത് എന്നൊന്നും ചിലപ്പോൾ ഒരു ഇമ്പാക്റ്റ് തരികയില്ല. പഴയൊരു കഥയാണ്. അന്ന് എനിക്ക് 5 വയസ്സ്. വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ഇത് മാത്രം കേട്ട് ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച്, നമ്മൾ 10-15 മിനിറ്റ് ഫോൺ ഓഫ് ചെയ്താലും ജീവിതത്തിൽ ഒന്നും സംഭവിക്കരുത്. അത് ഓണായിരുന്നാലും വലിയ പ്രയോജനമുണ്ട്. ആത്മാവിൽ അലിഞ്ഞ മഴമേഘങ്ങൾ 1979. അപ്പൻ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാവണം പാറത്തോട്ടിലെ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ഞങ്ങളുടെ വീടും പറമ്പും ജപ്തി ചെയ്യാൻ ഡ്രം അടിച്ചുകൊണ്ട് കുഞ്ചിരക്കാട്ട് പാറയിറങ്ങി കുറേ ആളുകൾ വീട്ടിലെത്തി. 3 മാസത്തിനകം പലിശ അടച്ച് വായ്പ പുതുക്കാമെന്ന അമ്മയുടെ അപേക്ഷ സ്വീകരിച്ച് അവർ മടങ്ങിപ്പോയി. ആ വാഗ്ദാനം നിറവേറ്റാൻ വഴികളൊന്നും മുന്നിലില്ല എന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നിരിക്കണം. ജപ്തി നടപടികളുടെ അപമാനവും തുറച്ചു നോക്കുന്ന തെരുവ് ജീവിതവും തൽക്കാലത്തേക്കെങ്കിലും നീട്ടിവെക്കാൻ അമ്മയുടെ വാക്കുകൾക്കായി. അന്ന് രാത്രി ഏറെ വൈകിയിട്ടും അമ്മയും ജെസ്സിയും ഉറങ്ങിയിരുന്നില്ല. ഞങ്ങൾ ഇളയവർ 3 പേരും കുറെ മൺകട്ടകൾ അടുക്കി ലെവലാക്കിയ ഒരു കാലൊടിഞ്ഞ കട്ടിൽ കറുത്ത കമ്പിളി പുതച്ച് കെട്ടിപ്പിടിച്ചു കിടന്നു. അന്നൊക്കെ രാത്രിയിൽ കിടന്നുമുള്ളുമായിരുന്ന ഞാൻ അമ്മയുടെ വർത്തമാനവും കരച്ചിലും കേട്ട് സ്വപ്നത്തിൽ നിന്നുണർന്ന് മുറ്റത്ത് പൂക്കാതെ നിന്നിരുന്ന ഗന്ധരാജന്റെ ചുവട്ടിൽ പോയി മൂത്രമൊഴിച്ചു വന്നു. അമ്മയുടെയും ജെസ്സിയുടെയും കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് ആ നിലാവെളിച്ചത്തിൽ മരണത്തിന്റെ നിറമായിരുന്നു. ചേച്ചിമാരിൽ ആരോ ഒരാൾ എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു. നിറമായിരുന്നു. നേരം പാതിര കഴിഞ്ഞ് കാണണം. അമ്മ ബിന്ദുവിനെ എടുത്ത് തോളിലിട്ടു. ചേച്ചിമാരിൽ ആരോ ഒരാൾ എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു. വീട്ടിൽ നിന്നിറങ്ങി തോട് കടന്ന് തെല്ലിത്തോട് പള്ളിക്ക് മുന്നിൽ ഞങ്ങൾ എത്തുമ്പോഴും അകലെ നിലാവെളിച്ചത്തിൽ പറമ്പിലെ വെള്ളപ്പൊട്ടാമയും കാലം മാറിക്കൂട്ടിരുന്ന വാഗമരവും ഞങ്ങളുടെ തൊടിയുടെ താഴെ ഒരു മഴ കാത്ത് എന്ന പോലെ നിന്നു. തെല്ലിത്തോട്ടിലെ ഇടവക പള്ളിക്ക് മുന്നിലെ കുരിശടിയിലെത്തിയപ്പോൾ അമ്മ ബിന്ദുവിനെ മെറ്റൽ പാകിയിരുന്ന വഴിയിൽ നിർത്തി. അമ്മയും ഞങ്ങളും അനാഥത്വം മുറ്റി നിന്ന ആ കുരിശിലേക്ക് കുറെ നേരം നോക്കി നിന്നു. അന്ന് 10 വയസ്സുള്ള ജെസ്സി എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അരണ്ട വെളിച്ചത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എൻ്റെ ക്രിസ്തുരാജ. അമ്മയുടെ ആ വിളി ഒരു തേങ്ങലായി പൊട്ടിക്കരച്ചിലായി മാറി. മേക്കാട്ട് ചേടത്തിയുടെ ചായക്കടയിൽ ആരും ഉണർന്നിരുന്നില്ല. അമ്മയുടെ കരച്ചിൽ ഒരു തേങ്ങലിൽ ചെന്ന് അവസാനിക്കാൻ കുറെ നേരമെടുത്തു. പിന്നെ നീണ്ട ഒരു മൗനം. ജെസ്സിയുടെ തേങ്ങലുകൾ ആ മരിച്ച മൗനത്തിന് ഇടവിട്ട അവധി നൽകി. എത്ര നേരം ഞങ്ങൾ അവിടെ നിന്നു എന്നെനിക്കറിയില്ല. അമ്മ ആ പാതിരാത്രിയിൽ ഞങ്ങളെ എവിടെ കൊണ്ടുപോകുകയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇഷ്ടമില്ലാത്ത ഏതോ ഒരു ദിക്കിലേക്കുള്ള ആ യാത്രയെ പറ്റി 10 വയസ്സുകാരി ചേച്ചിക്ക് അറിയാമെന്ന് അവളുടെ തേങ്ങലുകൾ വിളിച്ചു പറഞ്ഞു. നമ്മൾ എവിടെ പോകുക അമ്മേ? ഉറക്കച്ചടവിൽ ഞാൻ ചോദിച്ചിട്ടും അമ്മ മറുപടി പറഞ്ഞില്ല. ആകാശത്തലഞ്ഞ മഴമേഘങ്ങൾ പെയ്യാൻ വേണ്ടി തെല്ലിത്തോട് പള്ളിക്കകത്ത് പുരുഷന്മാരുടെ വശത്ത് അല്പം കുനിഞ്ഞു നിന്നിരുന്ന യോസേ പിതാവ് ഞങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ പള്ളി ഭിത്തികളെ ഭേദിച്ച് ഞങ്ങളിൽ നോട്ടമെത്തിക്കാൻ യോസേ പിതാവ് മെനക്കെട്ട് കാണില്ല. ആ കുരിശടിയിലെ ഈ ഉരുണ്ട നേർച്ചപ്പെട്ടി ഞങ്ങളെ പരിഹാസത്തോടെ നോക്കി. ആരും വരാത്ത ആ വഴിയിൽ നിഴൽ ഭൂതങ്ങൾ കാറ്റിനൊപ്പം നൃത്തം ചെയ്തു. അകലെ നിന്ന മഴമേഘങ്ങൾ അരണ്ട നിലാവിൽ ഞങ്ങൾക്ക് ചുറ്റും ചിത്രം വരച്ചു. പള്ളിക്കൂടത്തിലെ അസംബ്ലിക്കെന്ന പോലെ നിരന്നു നിന്ന ഞങ്ങൾ 4 പേർക്ക് മുമ്പിൽ
ഒരു മുട്ട് നിലത്ത് കുത്തി അമ്മ എന്തോ പറയാൻ തുടങ്ങി. രണ്ട് കൈകൊണ്ടും ഞങ്ങളെ 4 പേരെയും ഒന്ന് വാരി പുണർന്ന് അമ്മ കരഞ്ഞു. എന്തൊക്കെയോ പറയാനുണ്ടായിട്ടും വാക്കുകൾക്ക് കുരുക്ക് വീണു. അമ്മ അങ്ങനെ തന്നെ കുറെ നേരം തുടർന്നു. കൈകൊണ്ട് കണ്ണുനീർ തുടച്ചു. എന്നിട്ട് കൈകൾ രണ്ടും മുട്ടിലൊരുമി ഇനിയും പറയാതെ വയ്യ എന്ന മട്ടിൽ അമ്മ ഒരു ദീർഘനിശ്വാസം വലിച്ചു വിട്ടു. തുടച്ചു നീക്കിയ കണ്ണുനീരിന് പുനഃപ്രവേശം വൈകിയില്ല. അമ്മ പറയുന്നത് അമ്മയുടെ പൊന്നുമക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം. വേദനയുടെ ആഴമാണോ ഭയം കീഴ്പ്പെടുത്താൻ നോക്കിയതിനാലാണോ എന്നറിയില്ല. അമ്മ പിന്നെയും പറയാൻ പഠിച്ചു. അമ്മ പറയുന്ന പോലെ എല്ലാം ഞങ്ങൾ ചെയ്യാം, പക്ഷെ എൻ്റെ പൊന്നമ്മച്ചി കരയരുത്. ജെസ്സി അമ്മയുടെ മുഖം അവളുടെ മുഖത്തോട് ചേർത്ത് കരഞ്ഞു. ഞങ്ങളുടെ അമ്മ അവൾക്കെന്നും പൊന്നമ്മച്ചിയായിരുന്നു. നമുക്ക് ഈ ലോകത്തിൽ ആരുമില്ല മക്കളെ. അമ്മയ്ക്ക് ഇനി വയ്യ. എൻ്റെ മക്കളെ വളർത്താൻ അമ്മയ്ക്ക് വയ്യ. അതുകൊണ്ട് നമുക്ക് മരിക്കാം. എന്തോ വലിയൊരു കാര്യം അമ്മ പറയുന്നുവെന്നേ ഞാൻ കരുതിയുള്ളൂ. ജെസ്സിക്ക് എല്ലാം നേരത്തെ അറിയാമായിരുന്നത് കൊണ്ടോ പ്രായം 10 ആയതുകൊണ്ടോ അമ്മ പറയുന്നത് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മരണത്തെക്കുറിച്ച് രാത്രി വൈകിയുള്ള ഒരു യാത്ര പോകൽ പോലെയാണ് എനിക്കന്ന് തോന്നിയത്. നമ്മൾ ഇവിടെ നിന്ന് കല്ലാറുകുട്ടി ഡാം വരെ നടക്കും. അവിടെ ചെന്ന് പാലത്തിൽ നിന്ന് അമ്മ വെള്ളത്തിലേക്ക് എടുത്തു ചാടും. അമ്മ ചാടിക്കഴിയുമ്പോൾ മക്കൾ ഓരോരുത്തരായി ചാടിയാൽ മതി. അമ്മ അത് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. കരച്ചിൽ അവരുടെ ഉള്ളിലെ വേദനയുടെ ഒരു ചെറിയ അംശം മാത്രമേ പേറിയുള്ളൂ. പൊന്നമ്മച്ചി, എനിക്ക് വെള്ളത്തിലേക്ക് ചാടാൻ പേടിയാണ്, ജെസ്സി അമ്മയോട് കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു. അമ്മ മറുപടി പറഞ്ഞില്ല. ഡാമിലേക്ക് ചാടാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല പൊന്നമ്മച്ചി. ഞങ്ങളെ ഓരോരുത്തരെയും എടുത്ത് ഡാമിലേക്ക് ഇട്ടിട്ട് പൊന്നമ്മച്ചി ചാടിയാൽ മതി. ഒന്ന് നിർത്തിയിട്ട് ജെസ്സി തുടർന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ആരെയും പേടിച്ച് ചാടാതിരുന്നാൽ അമ്മയില്ലാതെ ഞങ്ങൾ എന്താ ചെയ്യുക? ജെസ്സി തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. അമ്മ ഒന്നും മിണ്ടാതെ കുറെ നേരം കൂടി തള്ളിവിട്ടു. നനഞ്ഞ മുഖം കൊണ്ട് അമ്മ ഞങ്ങളെ ഉമ്മ വെച്ചുകൊണ്ടിരുന്നു. അമ്മയ്ക്ക് ഡാമിലേക്ക് മക്കളെ എടുത്തിടാനാവില്ല. അമ്മ ചാടിക്കഴിയുമ്പോൾ മക്കൾ ചാടിയാൽ മതി. അത് പറഞ്ഞ് അമ്മ എഴുന്നേറ്റു. ബിന്ദുവിനെ തോളിലേക്ക് ഇട്ടു. കുര്യാക്കോ ചേട്ടന്റെ വീടും കടന്ന് ആ മെറ്റൽഭാഗ്യ വഴിയിലൂടെ അമ്മയുടെ പിറകെ ഞങ്ങൾ നടന്നു. എത്തുന്നതിന് മുമ്പ് വഴിയുടെ താഴെയായി ഒരു പെന്തക്കോസ്ത് പള്ളിയുണ്ട്. ആ പ്രദേശത്തിന് അക്കാലത്ത് പെന്തക്കോസ്ത് വളവ് എന്നാണ് വിളിപ്പേരിട്ടിരുന്നത്. അമ്മയൊന്ന് നിന്നേ. അവിടെ എത്തിയപ്പോൾ ജെസ്സി അമ്മയെ വിളിച്ചു. വെളുക്കും മുമ്പേ 6 കിലോമീറ്റർ നടന്ന് കല്ലാർകുട്ടിൽ ഡാമിലെത്തേണ്ട ആ മരണയാത്രയ്ക്ക് ഒരിടവേളയായി. അമ്മേ, കമ്പിളി കണ്ടത്തിലും തെള്ളിത്തോട്ടിലുമൊക്കെയുള്ള ആളുകൾക്കല്ലേ നമ്മളെ അറിയത്തുള്ളൂ. നമുക്ക് എല്ലാ ദിവസവും ചിന്നാറ് കടന്ന് അപ്പുറം പോയി ഭിക്ഷ തെണ്ടിയാലോ? നമുക്ക് കഞ്ഞി കുടിക്കാൻ വക കിട്ടില്ലേ? പൊന്നമ്മച്ചി, അപ്പൊ നമുക്ക് മരിക്കണ്ടല്ലോ. ഒരു 10 വയസ്സുകാരിയുടെ മരണത്തോടുള്ള ഭയമായിരുന്നു അതും നിറമറ്റ് പോയ ജീവിതത്തെ തോൽപ്പിക്കാനുള്ള തീവ്രമായ ആശയായിരുന്നു ആ വാക്കുകളിൽ നിന്ന് എനിക്കിന്നും അറിയില്ല. അമ്മ ബിന്ദുവിനെ താഴെ നിർത്തി. ജെസ്സിയെ അമ്മ വാരിയെടുത്തുയർത്തി തുലുതുരെ ഉമ്മ വെച്ചു. മരിക്കാനും തോറ്റുകൊടുക്കാനും കുറച്ച് സമയത്തേക്കെങ്കിലും ഉണ്ടായ ഒരു തോന്നലിനെ മറികടക്കാനുള്ള ഒരമ്മയുടെ, ഒരു സ്ത്രീയുടെ അടങ്ങാത്ത ആർത്തി ആ ഉമ്മകൾ വിളിച്ചു പറഞ്ഞു. അമ്മ ഞങ്ങളെ 4 പേരെയും ചേർത്ത് പിടിച്ച് തിരിച്ചു നടന്നു. അടിച്ചു താങ്ങാൻ വെമ്പൽ കൊണ്ട് ഒരു ലോകത്തിന് മേലെയുള്ള താണ്ഡവമായിരുന്നു ആ നടപ്പ്. തോട് കടന്ന് വീട്ടിലേക്ക് വേഗത്തിൽ നടക്കുമ്പോൾ മരിക്കാൻ തോന്നിയ തൻ്റെ പൊട്ടബുദ്ധിയെ ആ അമ്മ പഴിച്ചിരുന്നു. എനിക്കറിയില്ല.